അങ്ങനെ ഞങ്ങളൊരു പലചരക്ക് കട ഞാനും രണ്ടാമത്തെ ജ്യേഷ്ഠനും കൂടെ തുടങ്ങി. എന്തായാലും പലചരക്ക് കട ഞാൻ ഉദ്ദേശിച്ചതിലും നന്നായിട്ട് വിജയിച്ചു. തന്നെ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് ജ്യേഷ്ഠന് മനസ്സിലായി. എന്നെ സ്വന്തമായിട്ട് ഞാൻ തന്നെ നടത്തി. നമുക്ക് ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്. എപ്പോഴും നമുക്കൊരു സ്വന്തമായിട്ടൊരു ബ്രാൻഡ് എന്തെങ്കിലും തുടങ്ങണമെന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പുതിയൊരു സംരംഭത്തിന് പ്ലാൻ ഇടുക. കോക്കനട്ട് ഓയിൽ തുടങ്ങാം, വെളിച്ചെണ്ണ ലേബിൾ ചെയ്ത് സൂര്യ എന്ന ബ്രാൻഡാക്കി. പലചരക്കയുടെ അതനുസരിച്ച് ഞാൻ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പലചരക്കയുടെ അതൊരു വളരെ വളരെ മോശം അവസ്ഥയിലേക്ക് ഒരു കാര്യം ചെയ്ത് സൂര്യ ഷെയർ ഒഴിയുക. ആ ഫണ്ട് ഞാൻ പലചരക്കടയിലേക്ക് മുടക്കി വീണ്ടും പയ്യെ അത് കരകയറ്റി കൊണ്ടുവന്നു. കോക്കനട്ട് ഓയിൽ എൻ്റെ ഒരു സ്വപ്നമാണ്, ഒരു ബ്രാൻഡും എൻ്റെ ഒരു സ്വപ്നമാണ്. വീണ്ടും ഗോൾഡനിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് ദൈവാനുഗ്രഹം കൊണ്ട് ഭയങ്കര സക്സസ് ആയി. ഒരു മാധ്യമം തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. ഒരു ഇടുക്കി കേന്ദ്രീകരിച്ച് വ്യാജ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫീച്ചർ ചെയ്തു. വലിയൊരു ന്യൂസായിട്ട് വിടുമ്പം അതിലേക്ക് എത്തിയില്ല. അങ്ങനെ ആ സ്ഥാപനം ശരിക്കും സെയിൽ കുറഞ്ഞു, താഴോട്ട് പോകുന്നു. ആൾക്കാർക്കൊരു വിശ്വാസ്യത പോലെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞപ്പം എറണാകുളത്ത് വന്നു. ഒരു ചെറിയ ഷെഡ് എടുത്ത് 5-10 ബാരൽ വെളിച്ചെണ്ണ എടുത്ത് എൻ്റെ സ്വന്തം ബ്രാൻഡായിട്ട് നന്മ ഗോൾഡൻ തുടങ്ങി നന്മയിലെത്തി. ആലുവയിൽ ചൂണ്ടിയിലൊരു ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഗോഡൗൺ എടുത്ത് അവിടെ പാക്കിംഗ് നടത്താന്നുള്ള ഇതിൽ കേരസ്വാദ് എന്നുള്ള ബ്രാൻഡിലേക്ക് കേരസ്വാദ് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് കേരസ്വാദ്. ആ കൊറോണയുടെ ഒക്കെ സമയമായപ്പം നമ്മളൊരു 50 കോടി 60 കോടി ടേൺ ഓവറിലേക്ക് എത്തി. സ്റ്റാർട്ട് ചെയ്യാണ് MBA കഴിഞ്ഞ് വന്ന മകന് വേണ്ടിയിട്ട്. അതെ. എങ്ങനെയുണ്ടായിരുന്നു? എന്ത് പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്? നമുക്ക് റൈസ് പൗഡർ, പുട്ടുപൊടി, അതുപോലെ തന്നെ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇറക്കാം എന്നുള്ളൊരു അങ്ങനെ തമീമി എന്നൊരു ബ്രാൻഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഫുഡ് പ്രൊഡക്ട്സ്. അതെ തമീമി എന്നാണ് ബ്രാൻഡ് നെയിം. ജീവിത അനുഭവങ്ങൾ കൊണ്ടാണ് ഇക്ക പഠിക്കുന്നത്. ഇക്ക ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തു, അത് താഴെ പോയി വീണ്ടും 2-3 ബ്രാൻഡുകൾ ഡെവലപ്പ് ചെയ്തു. എപ്പോഴും ഒരു ബ്രാൻഡ് ഉണ്ടാക്കാനാണ് ഇക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നൊക്കെ അത് സക്സസ് ആയ ഒരു വ്യക്തിയാണ്. കേരസ്വാദ് എന്ന് പറയുന്ന ബ്രാൻഡ് ആണെങ്കിലും തമീമിയുടെ വളർച്ചയിലാണെങ്കിലും അത് സക്സസ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്.